തുർക്കിയിൽ ഈയിടയ്ക്ക് ഒരു കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. ആ കാട്ടുതീ ഒരു വമ്പൻ കാട്ടുതീയായി പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. ദിവസങ്ങളോളം തുർക്കി നിന്ന് കത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഏകദേശം 44 ഇടങ്ങളിലാണ് തുർക്കിയിൽ തീപിടുത്തമുണ്ടായത്. കാരണം കാലാവസ്ഥാ വ്യതിയാനവും അങ്ങനെ മറ്റ് സംഭവങ്ങളുമൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നത്. എന്തായാലും തുർക്കിക്ക് കഷ്ടകാലം തീരുന്നില്ല. ഇപ്പോഴിതാ തുർക്കിയിൽ ഒരു വമ്പൻ ഭൂകമ്പം വന്നിരിക്കുകയാണ്. 6.1 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് തുർക്കിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്ന് നിരവധി തുടർചലനങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഭയാനകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. തുർക്കിയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള ബാലിക്കേസറിലാണ് ഞായറാഴ്ച രാത്രി 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നത്. ഭൂകമ്പത്തെ തുടർന്ന് നിരവധി തുടർചലനങ്ങൾ അനുഭവപ്പെട്ടു. ഇത് ആളുകളെ പരിഭ്രാന്തരാക്കി. ഭൂകമ്പത്തെ തുടർന്ന് നിരവധി വീടുകൾ തകർന്നെന്നും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഇതുവരെ ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആഘാതം 200 കിലോമീറ്റർ വരെ ദൃശ്യമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം 200 കിലോമീറ്റർ കവർ ചെയ്തു എന്ന് അറിയാൻ സാധിക്കുന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കപ്സ സിന്ദർഗി ആയിരുന്നു. ഇസ്താംബുളിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെ അതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. സിന്ദർഗിയിലെ ജനസംഖ്യ 1.6 കോടിയിലധികമാണ്. ഭൂകമ്പത്തെ തുടർന്ന് പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി സിന്ദർഗി മേയർ സർക്കാൻ സാക് പറഞ്ഞു. ഇതുവരെ നിരവധി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരു പള്ളിയുടെ മിനാരവും തകർന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നിരവധി തുടർചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആൾക്കാർ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന കാഴ്ചയും തുർക്കിയിൽ കഴിഞ്ഞ ദിവസം കണ്ടു. ഭൂകമ്പത്തിന് ശേഷമുള്ള തുടർചലനങ്ങൾ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് തുർക്കിയിലെ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. അതിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഒന്ന് ഉൾപ്പെടുന്നു. തകർന്ന കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾ മാറി നിൽക്കണമെന്നും ഏജൻസി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും തുർക്കിയിലെ ഈ ഭൂചലനങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ തുടർന്നു വരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണത്തിനായി വലിയൊരു ഫോഴ്സിനെ തന്നെ തുർക്കിയിലെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.